ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ഞാനിവിടെ പരിചയപ്പെടുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്തെന്നാൽ, നമ്മൾ സാധാരണയായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഹോം സ്ക്രീനിലോ അല്ലെങ്കിൽ നമ്മുടെ മെനുവിലോ ഇതുപോലുള്ള കുറേ ഐക്കണുകൾ നമ്മൾ കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐക്കണുകളുണ്ടാവും, ആപ്ലിക്കേഷൻ്റെ ഐക്കണുകൾ. അവ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷനുകൾ ഓൺ ചെയ്യാറ്. എന്നാൽ ഇന്ന് നിങ്ങൾക്കിവിടെ ഒരു ചെറിയ ഒരു ആപ്ലിക്കേഷൻ, വെറും 310 KB ഫയൽ സൈസ് മാത്രമാണ് ആപ്ലിക്കേഷൻ ഉള്ളത്. ഈ ആപ്ലിക്കേഷനെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ക്രീനിൽ എന്തെങ്കിലും വരച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ വരച്ച് കൊടുക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾക്കിവിടെ ഈസി ഗസ്റ്റർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുകയാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കൂടെയായിട്ട് ചേർക്കുന്നു. ഉപയോഗം എങ്ങനെ എന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് മുകളിലായിട്ട് പ്ലസ് ബട്ടൺ കാണാം. ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് സ്റ്റാർട്ട് ബൈ ഡ്രോയിങ് സംതിങ് ഹെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് എന്താണ്, അതായത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം ഞാനൊരു റൗണ്ട് വരച്ചു, ഞാനൊരു വട്ടം വരയ്ക്കുകയാണ്. ഓക്കെ, ഈ വട്ടം വരച്ച് കഴിഞ്ഞാലാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവേണ്ടത്. അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യുന്ന റീഡ്രോ ചെയ്യും. ഉദാഹരണത്തിന് ഇതുപോലെ. ഇനി അല്ലെങ്കിൽ ഒരു പേരാണ് കൊടുക്കുന്നതെങ്കിൽ പേര് കൊടുത്തു, കൊടുത്തു. അപ്പോൾ ചൂസ് റെസ്പോൺസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് എന്താണ് ആവശ്യം, ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ വരച്ച് കൊടുത്തിരിക്കുന്ന രീതിയിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിലെ ടൂൾസുകൾ ഏതെങ്കിലുമാണ്, ഇനിയല്ല കോൾ വിളിക്കുവാനുള്ള ഓപ്ഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് SMS അയക്കുവാനുള്ള ഓപ്ഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്റർനെറ്റിലേക്കുള്ള URL ആണ്, അവയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ ഏതാണോ ഓപ്പൺ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് യൂട്യൂബാണ് ഓപ്പൺ ആവേണ്ടത്. യൂട്യൂബ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓക്കെ, അത് ആയിട്ടുണ്ട്. ഇനി വീണ്ടും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തതും നിങ്ങൾക്ക് കൊടുക്കാം. അടുത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണ്, റെസ്പോൺസ് ഏതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. MX പ്ലെയർ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളത് പോകുന്നു, പുറകിലോട്ട് വരുന്നു. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് നമ്മൾ സാധാരണ യൂട്യൂബിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താലാണ് ഇത് ഓൺ ആവുക. എന്നാൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, മുകളിലായിട്ട് ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഹൈഡായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്ന് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന MX പ്ലെയറിന്റെ ആപ്ലിക്കേഷൻ, അത് നമ്മളിവിടെ സെറ്റ് ചെയ്താണ്, അത് കൊടുക്കുക. നമ്മൾ യൂട്യൂബിന് നേരത്തെ കൊടുത്തത് ഒരു A ആയിരുന്നു, അതിന് ഇവിടെ A എൻ്റർ ചെയ്ത് കൊടുക്കുക. നോക്കുക, അപ്പോൾ യൂട്യൂബ് ഓൺ ആയി വന്നു. ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് ഓപ്പൺ ആക്കി എടുക്കുന്നതിന് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന MX പ്ലെയർ ഓപ്പൺ ആക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് MX പ്ലെയറിലോട്ട് അത് പോയി, യൂട്യൂബ് അവിടെ തന്നെ വെച്ചു. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്തത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഒപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. വളരെ ചെറിയ ഫയൽ സൈസാണ് ആപ്ലിക്കേഷൻ ഉള്ളത്, വെറും 300 KB മാത്രമാണ്. തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായം അറിയിക്കുക. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.